Running in the west, they gonna take it to high. You pick it up today and tomorrow you can die. Oh, we call it a punching steel. We call it moonshine and now it disappear. Running my ways across the deep St. Clair. Gotta run them up and over it over here. Running that old moonshine. Bringing in the dollars, I'm taking in the dance. Running in the west, they gonna take it to high. So drink it up today and tomorrow you can die. So drink it up today and tomorrow you can die. But in a little trouble like a 20 more with the purple gang. Knocking on my door about 27 times and I'm saying to you. Sounds back into the Perfect. Thank you. Take that to She won't put tomorrow. Thank you. Nice. Thank you. She won't put to bed for her 2 hours. കുഞ്ഞിസ് എവിടെ പോവാ? ന്യൂപോർട്ടിൽ പോയിട്ട് പാർക്കിൽ പോവാ. നമുക്ക് നോക്കാം. എന്നാ പറ്റോ? നടന്നോട്ടെ. ഞാൻ ടോയ്സ് എടുത്തു. സ്മോൾ ഡോഗി. ഓക്കെ. നല്ല ക്യൂട്ട് സ്മോൾ ഡോഗി. എനിക്ക് നാളെ റിയൽ സ്മോൾ ഡോഗി വാങ്ങണം. ഓക്കെ. പിന്നെ എനിക്ക് സ്മോൾ കാറ്റും വാങ്ങണം. ഭയങ്കര ക്യൂട്ട്. കടിക്കാത്ത കാറ്റാ? സ്മോൾ നല്ല ക്യൂട്ട് ഫേസ്. ഓക്കെ. എന്നോട് കാണിക്കേ. ഹലോ. ഫ്രണ്ട്സ്, ഇവിടെ ഇപ്പോൾ സമയം 8 മണിയായി കേട്ടോ. രാത്രി 8 മണി. മതി ബാ എടുക്കാൻ മതി. അങ്ങോട്ട് പോകാം. നമുക്ക് കാർ എടുത്തിട്ട് വരാം. ഫ്രണ്ട്സ്, ഇവിടെ ഇപ്പോൾ സമയം 8 മണിയായി കേട്ടോ. 8 മണിയായിട്ടും ഫ്രണ്ട്സ്, നമ്മൾ ഇന്നലെ നൈറ്റിൽ നമ്മുടെ കെനഡീസ് പബ്ബിൽ പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അവിടെ നിന്ന് ബിയറൊക്കെ കുടിച്ചിട്ട് നമ്മൾ പിന്നെ കാർ അവിടെ ഇട്ടിട്ട് നമ്മൾ കാർ അവിടെ ഇട്ടിട്ട് നടന്നാണ് വീട്ടിലോട്ട് വന്നത്. അത് കഴിഞ്ഞ് ലിൻസി മോർണിംഗ് ഡ്യൂട്ടിക്ക് പോയി. അപ്പോൾ ആ കാറ് ഞാനിപ്പോൾ എടുക്കാൻ പോവുകയാണേ, അവിടെ ഇട്ടേക്കുന്നത്. എന്നിട്ട് കുഞ്ഞുസിനെ കൊണ്ട് നടത്തിച്ച് പോവുകയാണ്. അപ്പം നോക്കി ഇവിടുത്തെ ടൈം നോക്കി, ഇപ്പോൾ 8 മണിയായി. 8 മണിയായിട്ട് നല്ല സണ്ണാണ്. ഇവിടെ 8 മണിയായിട്ടും നമുക്കിപ്പോൾ ഒരു 3 മണിയുടെ വെയിലാണ് തോന്നുന്നത്. ഇവിടെ ഇപ്പം 9:45 വരെ നമുക്ക് വെയിൽ നിൽക്കും കേട്ടോ. അപ്പം നോക്കി 8 മണിയുടെ സ്കൂട്ടർ വെച്ചോ?
ഡാഡി ഗവൺമെന്റ് അന്ന് ടീച്ചേഴ്സ് കോട്ട് വെച്ച് പോയി. യെസ്, വാ. ഇവിടെയൊക്കെ നമുക്ക് ഇവിടെ വീടുകൾ വരുവാണെ, പുതിയതായിട്ട് വീടുകൾ വരുവാണ്. വീടുകൾ ബിൽഡ് ചെയ്യും ഇവിടെയൊക്കെ. ഒത്തിരി ടൈം എടുക്കും. ഫ്രണ്ട്സ്, നമ്മൾ കാർ എടുത്ത് കേട്ടോ ഇവിടുന്ന്. ഇനിയിപ്പോൾ നമ്മൾ ന്യൂ പോർട്ടിലോട്ട് പോവാണ് കേട്ടോ. ഇന്നലെ ഞങ്ങൾ പബ്ബിലൊക്കെ വന്ന് നല്ല രസമായിരുന്നു. അപ്പോൾ കുറച്ചധികം സമയമായിരുന്നു. ഇന്നലെ ഫാമിലി ആയിട്ട് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇവിടെ ഇപ്പം നല്ല ക്ലൈമറ്റ് ആണേ. താഴെ വീണു? കളിച്ചോണ്ടിരുന്നപ്പോൾ താഴെ വീണു. അപ്പോൾ ഇവിടെ നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് എല്ലാവരും ഫാമിലി ആയിട്ട് വരുവേ. അപ്പം ഇപ്പോഴും പബ്ബിൽ നല്ല തിരക്കുണ്ട്. ഇതൊരു സാറ്റർഡേ ആണ്. ഇന്നലെ ഞങ്ങൾ വന്നത് ഫ്രൈഡേ ആയിരുന്നു. ഇപ്പം നമ്മുടെ കനഡീസ് പബ്ബിൽ ഞങ്ങൾക്ക് ഇപ്പം ബർഗർ ഷോപ്പും ഒക്കെ തുടങ്ങിയിട്ടുണ്ട് സൈഡിൽ. അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് അത്യാവശ്യം നല്ല പിസ്സയുണ്ട്, ബർഗറുണ്ട്. അപ്പോൾ ഇവിടെ കുറച്ച് നേരം വന്ന് ഇങ്ങനെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മളെന്തായാലും ഫ്രണ്ട്സ്, ഞങ്ങളപ്പം പാർക്കിൽ വന്നു കേട്ടോ. അതേ കുഞ്ഞുസ് ഇവിടെ സ്വിങ് ആടിക്കൊണ്ടിരിക്കുക. ഇവിടെ അധികം ആൾക്കാരൊന്നുമില്ല, കാരണം ഇപ്പോൾ ഏകദേശം 8:30 ആയി കേട്ടോ. അപ്പോൾ എല്ലാവരും നേരത്തെ വന്നിട്ട് പോയിട്ടുണ്ടാവും. പിന്നെ ഞങ്ങൾ ഇന്ന് ലേറ്റായിട്ട് എഴുന്നേറ്റത് തന്നെ, ഞാനും കുഞ്ഞുസും. കുഞ്ഞുസിന് ഇപ്പോൾ താഴെ വരെ എത്തും കേട്ടോ. കുഞ്ഞുസ് ബിഗായി കണ്ടോ, കാല് താഴെ വരെ എത്തും. നേരത്തെ ഇതൊന്നും എത്തത്തില്ലായിരുന്നു. ഓക്കെ. അപ്പോൾ ലിൻസി ഇന്ന് ഡേ ഡ്യൂട്ടിയാണ്. അപ്പം ലിൻസി ഇപ്പം ഇങ്ങോട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ ഇവിടുത്തെ ന്യൂ പോർട്ടിലെ സെൻട്രയിൽ വരും. പേടിച്ചു പോയി. കുഞ്ഞുസ് ഒരു ബലൂൺ പൊട്ടിച്ചു, അതിൻ്റെ കഥയാണ് പറഞ്ഞത് കേട്ടോ. അപ്പം ന്യൂ പോർട്ടിലേക്ക് ലിൻസി വരുമ്പോഴത്തേക്കും ഞാനിപ്പം എൻ്റെ മറ്റേ വണ്ടിയാണ് കൊണ്ടുവന്നേക്കുന്നത്. അപ്പോൾ അതിനകത്ത് കുറച്ച് ഡീസൽ അടിക്കാറുണ്ട്. അതും അടിച്ചിട്ട് ഞങ്ങളങ്ങ് വീട്ടിലോട്ട് പോകും കേട്ടോ. നാളെ എനിക്ക് നൈറ്റാണ്, ലിൻസിക്ക് ഓഫാണ്. അപ്പം ഇവിടെ ഇപ്പോൾ ആൾക്കാരൊന്നുമില്ല, അധികം ആൾക്കാരൊന്നുമില്ല, ക്വയറ്റാണ്. അപ്പം കുറച്ച് നേരം കുഞ്ഞുസിനെ കളിപ്പിച്ചിട്ട് ഞങ്ങളങ്ങ് വീട്ടിൽ പോകും കേട്ടോ. അപ്പം സമ്മറൊക്കെ ആകുമ്പോൾ ഇവിടെ നമുക്കിങ്ങനെ ന്യൂ പോർട്ടിൽ പോകും. ന്യൂ പോർട്ടിൽ സെൻട്രയിൽ പോകാതാ പറഞ്ഞത്. അപ്പം സമ്മറൊക്കെ ആകുമ്പോൾ നമുക്ക് ഇതുപോലെ ലേറ്റായാലും നമുക്കിങ്ങനെ വന്ന് കളിക്കാം കേട്ടോ. കാരണം ഇപ്പോൾ തണുപ്പില്ല, ഒന്നാമത്തെ കാര്യം തണുപ്പില്ല, നല്ല വെയിലാണ്. പിന്നെ ലേറ്റായിട്ടേ സൺലൈറ്റ് പോകത്തുള്ളൂ. ഏകദേശം 9:45 10 മണി വരെ നമുക്ക് സൺലൈറ്റ് കിട്ടും. പക്ഷേ അതിൻ്റെ ഒരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നൈറ്റൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിവിടെ ഉറങ്ങാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് പാടായിരിക്കും. എനിക്ക് പിന്നെ അങ്ങനത്തെ പ്രോബ്ലം ഒന്നുമില്ല. ഞാൻ നൈറ്റ് കഴിഞ്ഞിട്ട് മഴയുടെ ആംബിയൻ സൗണ്ട് ഇട്ടിട്ട് ഞാൻ ഒറ്റ ഉറങ്ങും. എനിക്കങ്ങനെ പ്രോബ്ലം ഒന്നുമില്ല. പക്ഷേ ചിലർക്ക് ഇങ്ങനെ ലൈറ്റൊക്കെ കയറി വിൻഡോയിൽ കൂടെ വരുന്നത് കൊണ്ട് നല്ല ബ്ലാക്ക് ഔട്ട് കർട്ടൻ ഇട്ടാലേ കുറച്ചെങ്കിലും ലൈറ്റ് നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റുമോ. അല്ലാതെ നമ്മൾ മറ്റേ ബ്ലൈൻഡൊക്കെ ഇട്ടാലൊന്നും നമുക്ക് ലൈറ്റ് ബ്ലോക്ക് ചെയ്യാൻ പറ്റത്തില്ല. നല്ല ബ്ലാക്ക് ഔട്ട് കർട്ടൻ ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് ലൈറ്റ് എല്ലാം അടച്ചിട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം ഡാർക്കാക്കി നമുക്ക് കിടന്നുറങ്ങാം കേട്ടോ. അപ്പം നൈറ്റ് കഴിഞ്ഞ് വരുന്നവർക്ക് അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്, നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്നവർക്ക്. അപ്പോൾ ഇപ്രാവശ്യത്തെ സമ്മർ നമുക്ക് നല്ല അടിപൊളിയായിരുന്നു. നമുക്ക് സ്പ്രിങ് മുതലേ നല്ല ക്ലൈമറ്റ് കിട്ടി തുടങ്ങി. ഇനിയിപ്പോൾ നമ്മൾ സമ്മറിലേക്ക് പോവുകയാണ്, പ്രോപ്പർ സമ്മറിലേക്ക് പോകുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ സ്പ്രിങ് മുതലേ ഞങ്ങൾ വെയിൽ കിട്ടിക്കഴിഞ്ഞാൽ കുഞ്ഞുസിനെ ഒരുപാട് വീട്ടിൽ പാർക്കിലേക്ക് കൊണ്ടുവരാൻ മാക്സിമം ഞങ്ങൾ നോക്കാറുണ്ട് കേട്ടോ. ലിൻസി ഒറ്റയ്ക്കുള്ളപ്പോഴാണെങ്കിലും അതുപോലെ ഞാൻ ഒറ്റയ്ക്കുള്ളപ്പോഴാണെങ്കിലും ഏറ്റവും കൂടുതൽ വെയിൽ വരുമ്പോഴത്തേക്കും ഒത്തിരി നമ്മൾ പുറത്തിറങ്ങിയിട്ട് ഇതുപോലെ വെയിൽ മാക്സിമം കിട്ടുന്ന രീതിയിൽ നമ്മൾ ചെയ്യാറുണ്ട്. അത് നല്ല രസമാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാനാണെങ്കിലും പുറത്ത് ഇതുപോലെ വെയിൽ വരുമ്പോഴത്തേക്കും വെറുതെ ഇറങ്ങി കിടക്കാറുണ്ട്. അപ്പോൾ ആ സൺലൈറ്റിൻ്റെ ആ ഒരു ഇത് കിട്ടാൻ വേണ്ടി. പിന്നെ ഇവക്കാണെങ്കിലും കുറച്ച് കാലിനൊക്കെ കുറച്ച് സ്ട്രെങ്തും ഓടാനും ചാടാനും ഒക്കെ ഉള്ള ഇപ്പം കൂടുതലും അതിൻ്റെ ഒരു പരിപാടിയാണ്. അല്ലാതെ ടോയ്സ് ഒന്നും വലിയ താല്പര്യമൊന്നുമില്ല. ഇപ്പം കൂടുതലും കുഞ്ഞുസിന് ആക്ടിവിറ്റികളുടെ ഇതാണ് ഒരു പ്രായമാണ്. അപ്പം മാക്സിമം ആക്ടിവിറ്റി കിട്ടുന്ന രീതിയിൽ ഞങ്ങൾ പുറത്തേക്ക് സണ്ണ് വരുമ്പോഴത്തേക്ക് മാക്സിമം പുറത്തേക്ക് വരാൻ നോക്കാറുണ്ട് കേട്ടോ. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ കനഡീസിലേക്ക് വന്നേക്കുവാണ്. ഇവിടെ ബർഗർ ഷോപ്പ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ബർഗർ വാങ്ങി കഴിക്കാനായിട്ട് കേട്ടോ. നോക്കാം.
ഫ്രണ്ട് വന്നു. കണ്ടു. കണ്ട് ഇങ്ങനെ വന്നു. അവര് കഴിക്കുന്ന ആ സാധനം അത് വേറൊന്നുവാ. നമ്മളിങ്ങനെ ചൂടത്ത് ഇങ്ങനെ വാങ്ങിച്ചിട്ട് സ്ട്രോബെറിയും ഇതൊക്കെ വെച്ചിട്ടുള്ളത്. ഓട്സ് ഒക്കെയാന്ന് തോന്നുന്നത്. സ്ട്രോബെറിയും ഓട്സ് യോഗട്ട് പോലെ എന്തോ അങ്ങനെയാന്ന് തോന്നുന്നു, അറിയില്ല എനിക്ക്. ദ ബോക്സ് എന്നാണ് ഇവർ ബ്രാൻഡ് ചെയ്തേക്കുന്നത്. ഇത് നമ്മുടെ സ്പൈസ് ബോക്സ്. ഇത് ഞങ്ങൾ ഓർഡർ ചെയ്ത ബർഗറും ചിപ്സും ഇഷ്ടംപോലെ ഉണ്ടല്ലോ. ചിപ്സ് ഇത്രയും ചിപ്സ് എന്തായാലും കഴിക്കത്തില്ല. കഴിച്ചു നോക്കിയേ. കൊള്ളാം. അല്ല വെറൈറ്റി തന്നെ. നല്ല ക്രസ്റ്റ്, നല്ല ആടെന്ന് വെച്ചാൽ ക്രിസ്പി. ബീഫ് നല്ല ടേസ്റ്റ്. നല്ല ടേസ്റ്റ് അല്ലേ? നല്ല ടേസ്റ്റ് ഉണ്ട്. കൊള്ളാം. നിങ്ങൾ കഴിക്കട്ടെ കേട്ടോ. എനിക്ക് ഇത് ബർഗറിന്റെ ആ ഒരു ക്രസ്റ്റ് ഭയങ്കര ടേസ്റ്റ്. മധുരമുള്ള ഒരു ടൈപ്പാണ്. ഫ്രണ്ട്സ്, നമ്മൾ കഴിച്ചു കഴിഞ്ഞ് കേട്ടോ. ഞാനിപ്പോൾ പോവുകയാണ്, കാരണം എനിക്കിന്ന് നൈറ്റ് ഷിഫ്റ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇരിക്കാൻ പറ്റത്തില്ല. പബ്ബിനകത്ത് എല്ലാ ആൾക്കാർ ഇവിടുത്തെ ജേഴ്സിയൊക്കെ ഇട്ടുകൊണ്ട് വന്നിട്ട് കളി കാണുവാണ്. ഇപ്പോൾ ഹർലിംഗ് ഉണ്ട്, അപ്പോൾ ലിമറിക്കും കോർക്കുമാണ്. അപ്പം നമ്മൾ ടിപ്പറി കൗണ്ട് ചെയ്യാം, പക്ഷേ അവർ ടിപ്പറിയുടെ ജേഴ്സിയൊക്കെ ഇട്ടേക്കുന്നത്. എനിക്കൊന്ന് ബ്ലൂ ജേഴ്സിയാണ്. അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് ആൾക്കാർ അവിടെ ഇരുന്ന് കളി കാണും കേട്ടോ. ഹർലിംഗ് ഒക്കെ കാണുവാണ്. അപ്പോൾ അതുകൊണ്ട് നല്ല തിരക്കുണ്ട് കേട്ടോ. ഞാനിതെടുക്കുന്ന ഒരു സൺഡേ ആണ്. അപ്പം സൺഡേയിൽ ഇത് ലിമറിക്ക് നടക്കുന്ന കളിയാണ്, ലിമറിക്കും കോർക്കും. ഇപ്പം ലിമറിക്ക് ഓൾമോസ്റ്റ് ജയിക്കാറായി. അപ്പോൾ ഇവരോട് ഇരുന്ന് ഇവർ കളിയുടെ ഡീറ്റെയിലും കാര്യങ്ങളും എങ്ങനെയാണ് കളിക്കുന്നതിൻ്റെ റൂൾസൊക്കെ പറഞ്ഞു തരും. അപ്പം രസമാണ്, ഭയങ്കര വൈബാണ്. ഇവിടെ ഉള്ളവരെല്ലാം ഈ കളിയുള്ള സമയത്ത് ഇതുപോലെ പബ്ബിൽ വന്നിട്ട് കളി കണ്ടുകൊണ്ടിരിക്കും. ഞങ്ങൾക്ക് പക്ഷേ ഇന്നിരിക്കാൻ പറ്റത്തില്ല. ഞങ്ങൾ ബർഗർ മാത്രം കഴിക്കാൻ വേണ്ടി വന്നേ. അപ്പം ബർഗർ കഴിച്ചു, ഓക്കെയാണ്, കുഴപ്പമില്ല. ബർഗറിൻ്റെ സോസൊക്കെ നല്ല ടേസ്റ്റ് ഉള്ളായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഇനി എന്തായാലും ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാൻ പറ്റും. ഇതേ കുഞ്ഞൂസിൻ്റെ സ്കൂൾ ഫ്രണ്ടുമായിട്ട് കളിയായിരുന്നു. ഇപ്പോൾ ലച്ച് വിളിച്ചുകൊണ്ട് വരുവാണ്. ഇനിയിപ്പോൾ ഞാൻ പോവുകയാണ്. എനിക്ക് പോയിട്ട് നൈറ്റിന് പോകണം. ഫുള്ള് കളിയാണേ കുഞ്ഞൂസ് ഇവിടെ. നല്ല തിരക്കുണ്ട് കേട്ടോ. ആൾക്കാരെല്ലാം കഴിക്കാൻ വേണ്ടി നിൽക്കുക. പോവാന്നോ? ഇത് കുഞ്ഞൂസിൻ്റെ സ്കൂളാണേ, നോക്കി. അപ്പുറത്താ, നെക്സ്റ്റ് ഇയർ അപ്പുറത്ത്. ശരി. ഫിയോൺ ഉണ്ടായിരുന്നു. ഏകദേശം അടുത്ത് താമസിക്കുന്നത്. അപ്പൊ എപ്പോഴും ഇവളുടെ ക്ലാസ്മേറ്റിനെ കിട്ടി ഇവിടെ കളിക്കാൻ. കഴിഞ്ഞ ദിവസം വന്നപ്പോഴും ഉണ്ടായിരുന്നു, ഇന്നുണ്ട്. നമ്മളും സത്യം പറഞ്ഞ ഇവിടുത്തെ ഇവരുടെ ലൈഫ് സ്റ്റൈലായി അല്ലേ. നമ്മൾ ഇതുപോലെ ഒരുമിച്ചൊക്കെ ഉണ്ടെങ്കിൽ വീക്കെൻഡിൽ വന്നിട്ട് ഇവിടെ വന്നിരുന്ന് ചിലപ്പം ബിയർ കഴിച്ചുകൊണ്ടിരിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും കഴിക്കാനുണ്ടെങ്കിൽ. ഒരു ദിവസം ഞങ്ങൾ പിസ്സ കഴിച്ചായിരുന്നു, അടിപൊളിയായിരുന്നു കേട്ടോ. ഇവിടുത്തെ പിസ്സ സൂപ്പറാണ്. ലക്കിയാണ്, നമുക്ക് ഇങ്ങനെ ഒരു പ്ലേസ് തന്നെ വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു നമുക്കിങ്ങനെ. പക്ഷെ ഇതിപ്പോ ഭയങ്കര ലൈവ്ലി ആയി. ഇപ്പൊ ഈ ഒരു വില്ലേജ് ഭയങ്കര ലൈവ്ലി ആയി. കാരണം ഇവര് ഇങ്ങനത്തെ ഒരു പബ്ബും പ്ലസ് അതിനോട് ചേർന്ന് ഇങ്ങനെ നമ്മൾ ഇവിടെയൊക്കെ ഇല്ലേ കണ്ടിട്ടുള്ളൂ. ഈ യൂറോപ്പിലൊക്കെ പോകുമ്പോൾ ആൾക്കാർ ഇങ്ങനെ ഔട്ട്ഡോർ ഒക്കെ ഇരുന്ന് ഇങ്ങനെ കഴിക്കുന്നതും നമ്മളിപ്പോ അതിലെ ഒരു പാർട്ടായി. സത്യം പറഞ്ഞു നല്ല രസമായിട്ടാ. നല്ല രസം ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഭയങ്കര രസമാണ്. ശരിയാ, നല്ല രസമാണ് ശരിക്കും. പ്രത്യേകിച്ച് വെതർ കൂടെ നല്ലതാണെങ്കിൽ നല്ല രസമാണ്. നമ്മൾ ആ കാര്യത്തിലൊക്കെ ഭയങ്കര ബ്ലസ്ഡാണ്. നമ്മൾ ഉദ്ദേശിച്ച പോലെ എല്ലാ കാര്യങ്ങളും നമുക്ക് കിട്ടിയത്. പോവാം നമുക്ക്. അപ്പം എനിക്കിന്ന് നൈറ്റ് ഉണ്ട്. അപ്പം നൈറ്റ് കഴിഞ്ഞിട്ട് നാളെ നമുക്ക് സ്കൂളുണ്ട്. എനിക്കിന്ന് നൈറ്റ് ഉണ്ട്. എന്ത് സൺഡേ ആണ്. അപ്പം ഞാൻ നൈറ്റിന് പോവാം. നാളെ ഇച്ചിരി നേരമേ ഉള്ളൂ സ്കൂള്. ബാ.